ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പമുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് 9 വർഷം മുൻപ് ഒരു വീടും 20 സെന്റ് സ്ഥലവും കൂടി വിലയ്ക്ക് വാങ്ങി. ഇവിടെ താമസമായതിൽ പിന്നെ ഒരു വിധത്തിലും കടത്തിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. മാസം നല്ല വരുമാനമുണ്ടെങ്കിലും ഒന്നും മിച്ചം വയ്ക്കുവാനും പറ്റുന്നില്ല. കൂടാതെ ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും വിട്ടുമാറുന്നില്ല. എനിക്കൊരു മകൻ മാത്രമാണുള്ളത്. അവൻ്റെ വിവാഹം നടത്താൻ ശ്രമിച്ചിട്ട് അതും നടക്കുന്നില്ല. എൻ്റെ ഈ വീടിൻ്റെ പ്ലാനും ഡേറ്റ് ഓഫ് ബർത്തും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീട്ടിലിൻ്റെ പ്ലാൻ ഞാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പോർഷൻ ഇവർ ടോയ്ലറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിയെടുത്തിട്ടുള്ളതാണ്. കാരണം ചില വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഇവർ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഇവർ കൂട്ടിയെടുത്തപ്പം ഈ വീടിന് മതിലിലോട് ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ചില വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ഇതിൻ്റെ നടന്നു പോകാൻ പോലും ഉള്ള സ്പേസ് ഇല്ല. കാരണം നമ്മളൊരു വീടിന് മതിൽ കെട്ടുന്നത് വീടിന് വെളിയിലുള്ള ദോഷം വീടിനകത്തോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മതിൽ കെട്ടിത്തിരിക്കുന്നത്. കാരണം വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മതിലിലോട്ട് മുട്ടുമ്പം ആ ഭാഗത്ത് മതിൽ കെട്ടുന്നതിൻ്റെതായ ഒരു പ്രയോജനങ്ങളും ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഈ നിലവിൽ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നിട്ട് വീടിൽ ചേർത്ത് കെട്ടാതെ മതിലുകളും ചേർത്ത് കെട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വീട് മാക്സിമം വടക്കോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത്. കാരണം ചില വടക്ക് ഭാഗത്ത് ഇതിനകത്ത് 1.5 മീറ്റർ മാത്രമേ ഇതിൻ്റെ സ്പേസ് ഉള്ളൂ. അതേപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് 7 മീറ്ററോളം സ്പേസ് ഇതിനകത്ത് കൂടുതലുണ്ട്. കാരണം തെക്ക് ഭാഗത്ത് ഒരുപാട് സ്ഥലം ഇതിനകത്ത് കൂടുതലാണ്. കാരണം തെക്ക് ഭാഗത്ത് ഇതേപോലെ നമുക്ക് ഒരുപാട് സ്ഥലം കൂടുതലായി കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാവാം. അതുപോലെ എന്തെങ്കിലും മാനഹാനികളൊക്കെ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കനുസരിച്ച് തെക്ക് ഭാഗത്ത് ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഈ വീടിനെ സംബന്ധിച്ച് നമ്മളൊരു പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വീട്ടിലെ കുട്ടികളുടെ പോർഷൻ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഭൂമിക്കടിയിൽ കൂടി കെട്ടി സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. കാരണം പല എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല എന്ന്. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നിരന്തരം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കും. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരം കാണുകയില്ല. വിദഗ്ധ ചികിത്സയൊക്കെ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ആ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് ഒഴിവാക്കി മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തെയും TB പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന ആണുങ്ങൾ ഏതെങ്കിലും ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോകാം. അതുപോലെ ലഹരി മരുന്നിൻ്റെയൊക്കെ ഉപയോഗത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണർ ഒരു മതിൽ കെട്ടി ഇതിനെ കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് കാണുന്നുണ്ട്. കാരണം വഴിമുട്ട് ചില ഭാഗത്തോടുള്ള വഴിമുട്ട് നല്ലതാണ്, പക്ഷേ ചില ഭാഗത്തോടുള്ള വഴിമുട്ട് നമുക്ക് ദോഷമാണ്. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോടുള്ള വഴിമുട്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദോഷമാണ് ചെയ്യുക. അവർക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. അതുപോലെ നല്ല രീതിയിലുള്ള ചിന്താക്കുഴപ്പങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് സക്സസ് ആവുമോ, ചിലപ്പോൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറി തലയിട്ട് കളയാം. അതുപോലെ നഷ്ടങ്ങളുണ്ടാവാം. ഒരുപാട് യാത്രകൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ അത് പക്ഷേ അതുകൊണ്ട് മറ്റു വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം തൊടുന്നതും പിടിക്കുന്നതും എല്ലാം തടസ്സങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ ഇപ്പം അമ്മച്ചിയുടെ ഒരു മകൻ്റെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളെന്ന് പറയാൻ വീടിനൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് കിണറിൻ്റെ സ്ഥാനം ദോഷമാണ്. അതുപോലെ ഇതിനകത്ത് പിള്ളേരെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരു വീടായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ മകൻ്റെ കല്യാണം നടക്കുന്നില്ല എന്നുള്ളതായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ മകന് ജോലി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം പ്രശ്നം. ഏതെങ്കിലും കാര്യങ്ങൾ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. അത് ആ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അത് സോൾവ് ചെയ്യുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ വീടിനല്ല വിവാഹത്തിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഇവർ ഈ വസ്തുവിൽ കിണർ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ ഇവർ കോമ്പൗണ്ട് മതിൽ കെട്ടി ഇതിനെ പുറത്താക്കുകയാണെങ്കിൽ ഈ പയ്യൻ്റെ കല്യാണത്തിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക. മതിൽ എങ്ങനെ വേണമെന്നൊക്കെ ഒരു അധ്യായത്തിൽ സംസാരിച്ചു. പക്ഷേ ചിലപ്പോൾ വീടിന് ചുറ്റുമുള്ള ഭൂമിയുടെ കിടപ്പനുസരിച്ച് മതിൽ ചിലയിടങ്ങളിൽ ഉയരം കൂടിപ്പോവുകയും, കാരണം ഏറ്റവും മോഡറേറ്റ് ലെവലിൽ വെച്ചാൽ പോലും ആ ഉയർന്നു കിടക്കുന്ന ഭൂമിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വ്യത്യാസമേ വരുന്നില്ല. മതിലിൽ ഉയർത്തിയാൽ പോലും തൊട്ടടുത്ത് നിന്നാൽ
സുഖമായിട്ട് ഒരാൾക്ക് കാണത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തക്ക രീതിയിലേക്ക് നല്ല ഉയരമുള്ള ഭൂമി പുറത്തേക്ക് ഉണ്ടെങ്കിൽ, അപ്പോൾ അതായത് വളരെ അണീവനായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയെ സംബന്ധിച്ച് ഒരു വീടിനും മതിൽ കെട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? നമ്മളൊരു വാസ്തുകാരെ വിളിച്ച് കാണിച്ചാൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൂടെ നോക്കണം. കാരണം ചിലപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ സോണിയ പറഞ്ഞ പോലെ നോർത്ത് ഭാഗത്ത് കിടക്കുന്ന പ്ലോട്ട് ചിലപ്പോൾ ഉയർന്നതാണ്. ഇത് ചിലപ്പോൾ മണ്ണൊക്കെ എടുത്തോ കാലക്രമേണ ചിലപ്പോൾ കുഴിഞ്ഞു പോയ പ്ലോട്ടാവാം, താണു പോയ പ്ലോട്ടാവാം. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു എനർജി തടസ്സപ്പെടാതെ വേണം നമ്മൾ ഇതിനകത്ത് വീട് പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം വെച്ചാൽ ഈ വീടിനകത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് വടക്ക് ഭാഗം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കിഴക്ക് ഭാഗം കാണാൻ പറ്റില്ല, കാരണം ഒരുപാട് ഹൈറ്റിലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു എത്ര മാത്രം ഹൈറ്റ് നമുക്ക് കൂടുതലാണോ അതനുസരിച്ച് നമുക്ക് വിടേണ്ട സ്പേസും എത്ര ഭാഗം നമ്മൾ പുറമോട്ട് തള്ളണം എന്നുള്ളത് നോക്കിയും ഒരു വാസ്തുക്കാരെ ആരെങ്കിലും വിളിച്ച് കറക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മളെ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് കിഴക്ക് ഭാഗം ഒരുപാട് ഉയർന്നു പോകുന്നത് നല്ലതല്ല, വടക്ക് ഭാഗം ഒരുപാട് ഉയർന്നു പോകുന്നത് നല്ലതല്ല, കിഴക്ക് ഭാഗം ഉയരുന്നത് നല്ലതല്ല. പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഉയർന്നു കിടക്കുന്നത് വാസ്തുവിനെ സംബന്ധിച്ച് നല്ലതാണ്. പക്ഷേ ആ ഭാഗം ഉയർന്നു കിടക്കുമ്പം വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും നമുക്ക് താണ് കിടക്കണം, എങ്കിലേ ആ ഒരു എനർജി ഫ്ലോ അതിനകത്ത് കൃത്യമായിട്ട് വരികയുള്ളൂ. ഈ പറഞ്ഞ പോലെ പല വീടുകളും നമ്മൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴോ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഒരുപാട് താഴ്ചയായിരിക്കാം, പക്ഷേ കിഴക്ക് ഭാഗം ഉയർന്നു കിടക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ പ്ലോട്ട് അനുസരിച്ചും അതിൻ്റെ അകത്ത് വരുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷാനുഭവങ്ങളെക്കുറിച്ചും ഒരു വാസ്തു ചെയ്യുന്ന ആളിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം താണു കിടന്നാനുള്ള പ്രോബ്ലങ്ങളും കിഴക്ക് ഭാഗം ഉയർന്നു കിടക്കാനുള്ള പ്രോബ്ലങ്ങളും ഇത് വാസ്തു ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ വരുന്ന വാസ്തുക്കാർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടുന്ന പ്രതിവിധികളും അവർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് ഇതിനകത്ത് എനർജി എങ്ങനെ കടന്നു വരാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ പ്ലാൻ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. ഇനി ഒരിക്കലും നമുക്കത് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു വെച്ചിട്ട് നമുക്കത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെങ് ഷൂയി പ്രകാരം ഇതിനകത്ത് എലമെൻസുകൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അത് അതിൻ്റെ അകത്ത് എനർജി ഫ്ലോ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കുന്നതിന് നമുക്ക് സാധിക്കും. അല്ലാതെ അത് അങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്ത് പോയെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് എനർജി ഫ്ലോ കറക്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.